യുക്രൈനിന്റെ വടക്ക് കിഴക്കൻ സുമി മേഖലയിലേക്ക് 2022 ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ പ്രധാനമായും നടത്തിയിരിക്കുന്നത്. 3 വർഷത്തിനിടെ അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു ഈ സുപ്രധാനമായ മുന്നേറ്റം റഷ്യ നടത്തിയിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാധ്യമപ്രവർത്തകരുമായി യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. റഷ്യൻ സൈന്യം ഇപ്പോൾ യുക്രൈനിലെ കൂടുതൽ പുതിയ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈനിലേക്ക് മിസൈലുകളുടെ നേരിട്ടുള്ള വിതരണം സാധ്യമല്ലെങ്കിൽ സ്വന്തമായി പാട്രിയറ്റ്സിനെ നിർമ്മിക്കാനുള്ള ലൈസൻസ് യുക്രൈൻ നേരിട്ടിട്ടുണ്ടെന്നും മാത്രമല്ല വെടിക്കോപ്പുകളുടെ ക്ഷാമത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും സെലൻസ്കി തുറന്നു പറഞ്ഞു. യുക്രൈനിന്റെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് ലഭ്യമാകുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ അവതരിപ്പിച്ച രേഖയിൽ സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ച് ഒരു വാക്കുമില്ല എന്നായിരുന്നു സെലൻസ്കി നൽകിയ മറുപടി. അതിനിടെ തനിക്ക് ജനപ്രീതി കുറയുന്നുവെന്ന ട്രംപിന്റെ വാദത്തെ സെലൻസ്കി തള്ളുകയാണ് ചെയ്തത്.